മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ആയിട്ട് വികസനം വരാൻ നൈറ്റ് വൈബ് ഇല്ല. ആവശ്യം ഇപ്പൊ സ്റ്റുഡിയോ ഇല്ല. കാസർഗോഡ് 10-20 വർഷമായി എന്തൊക്കെ മാറ്റങ്ങളാണ് കാസർഗോഡ് വന്നിട്ടുള്ളത്, അതേപോലെ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് കാസർഗോഡ് വരാൻ പോകുന്നത് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആവശ്യം ഇപ്പൊ സ്റ്റുഡിയോ ഇല്ല, സ്റ്റുഡിയോ ഇല്ല. മെയിൻ ആയിട്ട് ഇപ്പൊ ട്രെൻഡ്സ് അത് മാത്രമേ ഉള്ളൂ. ഫുഡിന്റെ സ്പോട്ട് ആണെങ്കിലും വലിയായിട്ട് ഫുഡ് സ്പോട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ കഴിക്കാനായിട്ടാ. നൈറ്റ് വൈബ് ആണെങ്കിൽ നൈറ്റ് വൈബ് ഇല്ല. നല്ല രീതിയിൽ വികസനം വരാനുണ്ട് കാസർഗോഡ് അല്ല. അത് എഡ്യൂക്കേഷൻ സിസ്റ്റമിലാണോ അതല്ലെങ്കിൽ മെയിനായിട്ട് മെഡിക്കൽ കോളേജ് ഇല്ല. ഞങ്ങൾ നഴ്സിംഗ് സ്റ്റുഡൻസാ. അപ്പൊ ഞങ്ങൾ പഠിക്കുന്ന തിരുവല്ല പത്തനംതിട്ടയിലാ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോളേജോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ദൂരം പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലായാലും വർക്ക് ചെയ്യാനാണെങ്കിലും ഇപ്പൊ നമ്മള് ഈ ജില്ല വിട്ടിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരും, ഔട്ട്സൈഡ് പോയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. മെഡിക്കൽ കോളേജ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ഇവിടെ പഠിച്ച പിള്ളമാർക്ക് ഔട്ട്സൈഡ് പോയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ